ആ മോനെ എന്താപ്പാ പിന്നെ കൊറേ ആയില്ലേ ഇതിന്റെ അകത്ത് ഇങ്ങനെ അടിഞ്ഞൊതുങ്ങി നിക്കുന്നത്. ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാനൊരു പൂതി ഉണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്യപ്പാ, നിന്റെ തിരക്ക് നിങ്ങൾക്ക് അറിയുന്നല്ലേ. ആകെ ഒരു ഞായറാഴ്ച ലീവ് ഉണ്ടാകാം. അന്ന് ഓള് മക്കളായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊന്ന് ബീച്ചിൽ പോവാ. ബീച്ചിലോ? ഒരാഴ്ച എന്നാ പാർക്ക് പോവാ. പാർക്കിലോ? പാർക്കിൽ ഇപ്പൊ നിർബന്ധമുണ്ടോ? നിർബന്ധ എന്നാ ഇനി മേലെ മാറ്റിയാൽ മതി. മാറ്റി. വലൈക്കുസ്സലാം. ആരാ? മനസ്സിലായില്ലല്ലോ. ഉപ്പ, ഞാൻ നിങ്ങളെ പഴയ കളിക്കൂട്ടുകാരൻ ഹൈദ്രു, ഓർമ്മല്ലേ? ഹൈദ്രുവിന്റെ മോനാ ഞാൻ. അല്ലാ, ഇതാര്? നമ്മൾ ഹൈദ്രുവിന്റെ മോനോ? ബാബാ കേറി. എത്ര കാലായി കണ്ടിട്ട്. ബാബാ എന്നാലേ ഞാൻ പോവാപ്പാ. ഇതാരാ? മനസ്സിലായില്ലല്ലോ. ഇതോ? ഇത് ഞാൻ എൻ്റെ ഒരു പഴയ കളിക്കൂട്ടുകാരുണ്ട്, ഹൈദറിന്റെ മോനാ. ഞാൻ എന്തായാലും 2 ദിവസം കഴിയും വരാന്. നിങ്ങൾക്കിപ്പോ കൂട്ടിന് ഒരാളുണ്ടല്ലോ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, ഞാൻ പോയി തരാം. കൊറേ കാലമല്ലോ വാപ്പനെ കണ്ടിട്ട്. എനിക്ക് വാപ്പനോട് കൂട്ടിക്കൂടാ പോന്നപ്പോ. നമ്മളൊന്നും വിളിച്ച വിളി കേൾക്കുന്നതിൽ ബാപ്പല്ല. അപ്പൊ 1 വർഷമായി. അല്ലാ, ഹൈദർ പോയോ? വെട്ടിക്കാള് മൊത്തം അതിനെല്ലാം വളയിടും അതിനൊക്കെ വളരണേ. അസ്സലാമലൈക്കും ആചാരെ. വാലേക്കുസ്സലാം. അല്ല ആചാരെ, ഉഷാറായിക്കല്ലോ. ബെമ്മ അന്നേനു ശേഷം നല്ല ഉഷാറ് തന്നെ. ഇതാരാ? പുതിയ ഒരാളെ കാണുന്നത്? ഇതിന്റെ ഹൈദറിന്റെ മോനാണ്. തേങ്ങ ആറുണ്ട്, ഞങ്ങൾ എടുത്തിടൂലേ? ഓ, അത് ഞാൻ എടുത്തോളാം ആചാരെ. അല്ലടോ, ഇനി എന്താ ഇന്നെ കാണണം പറഞ്ഞേ? ഞാൻ തേങ്ങ എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയിനു. അവിടെ ഒരു പുതിയ ഒരുത്തനെ കണ്ട്. അതാരായിനു? അതോ, അത് വാപ്പന്റെ ഒരു കളിക്കൂട്ടുകാരന്റെ മോനാ. വാപ്പന്റെ കളിക്കൂട്ടുകാരന്റെ മോനൊക്കെ അയക്കോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്വത്തൊക്കെ അടിച്ചു മാറ്റി പോന്നൊന്ന് നോക്കിയോളാണ്ടി. ഏയ്, ഓൻ അങ്ങനൊന്നുമില്ലേ. ഓനാളൊരു പാവാ. അതൊക്കെ ശരിയായിക്കോ. ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ആ, എത്തിയോ? നീ ഇതുവരെ പോയില്ലേ? ഇല്ല, ഞാന് വാപ്പ പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന്. എന്തേ? പാപ്പ അങ്ങനെ വല്ലതും പറയൂ. ഇനി പോവാൻ നോക്ക്. പിന്നെ പാപ്പനെ സോപ്പിട്ടിട്ടേ പാപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റാന്ന് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കൂല. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? എനിക്ക് നിങ്ങളുടെ വാപ്പിന്റെ സ്വത്ത് മുതലൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രായമായ മാതാപിതാക്കളെ മക്കളിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഓടുമ്പേ ഒരു കുറച്ച് നേരം ഓല കേൾക്കാനും ഓലൊപ്പം ഇരിക്കാനും അതിനുള്ള സമയമെങ്കിലും കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി. അവർക്ക് ഒരുപാട് സന്തോഷമാവും. മോനെ, ഒക്കെ ഞാനുണ്ട്. വാപ്പാ, നിങ്ങളെങ്ങോട്ടാ? മോനെ, എന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനടുത്ത് ഒരു വാപ്പനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ സ്വത്തും മുതലോ എന്റെ പേരിൽ എഴുതി വെച്ചത് അതൊന്നുമില്ലെങ്കിലോ എന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ഞാൻ നോക്കും.
അതെനിക്ക് ഉറപ്പാ. ഞാൻ പോവാ.